കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും കർത്താവിൻ്റെ വലിയ കരുണയും ദയയും കാണുവാനും ആസ്വദിക്കുവാനും കൃപ ചെയ്തു. വാസ്തവത്തിൽ ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അഥവാ യേശു എൻ്റെ കർത്താവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ദോസ് വാസ് കൺഫെസ്ഡ്, തൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം, ലോർഡ്ഷിപ്പ്, മൈ ലോർഡ്ഷിപ്പ് ഈസ് ജീസസ് എന്ന് പറഞ്ഞാൽ ഇനിയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ യേശു തന്നെ റെസ്പോൺസിബിൾ. അതാണ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങളിനി നിങ്ങൾക്കുള്ളവയല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടിരിക്കയാൽ ഡോണ്ട് ബി വറീഡ് അറ്റ് ഓൾ ബട്ട് ജസ്റ്റ് ഗ്ലോറിഫൈ ഹിസ് നെയിം. പലപ്പോഴും ക്രിസ്തുയേശുവിനെ മനസ്സിലാക്കിയ ശേഷവും നമ്മുടെ ഉള്ളിൽ ഭയവും നമ്മുടെ ഉള്ളിൽ സംശയവും നമ്മുടെ ഉള്ളിൽ വേവറിങ് വരാറുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ. എന്നാൽ അവിടെ ഒക്കെയും കർത്താവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഓൾ അവർ ആങ്സൈറ്റി ഗോസ് ഓഫ്. കാര്യം നമുക്കറിയാം ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ത്രൂ ടൈം ദാറ്റ് ഏത് അവസ്ഥയെ വന്നാലും എന്നെ സംബന്ധിച്ചോളം ഒരു പോക്കുവഴി ഉണ്ട്. ഏത് വെല്ലുവിളി ആയിക്കോട്ടെ അതിൻ്റെ മുമ്പിൽ ഐ ആം സേഫ് ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതാണ് 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാമത്തെ അധ്യായം വളരെ മനോഹരമായി പൗലോസ് 8, 9 ആ വേദഭാഗങ്ങളെല്ലാം കൊടുക്കുന്നതിനെക്കുറിച്ച്, കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരിക. അത് കഴിഞ്ഞ് താൻ ഒരു കാതലായ ഒരു കാര്യത്തിലോട്ട് കിടക്കുക. ആൻഡ് ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളും ഞാനും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുക. ദാനമായി നമുക്ക് വിശ്വാസവും തന്നു. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, For by grace you have been saved through faith, that not of yourself, it is the gift of God. Now look, രക്ഷയ്ക്ക് വേണ്ടി യേശു സകലതും ചെയ്തു. ആ രക്ഷ നമുക്ക് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ലഭിച്ചത് കൃപയല്ല. എന്നാൽ ഈ രക്ഷ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാനുള്ള വിശ്വാസവും അത് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. നമ്മുടെ തീരുമാനമല്ലായിരുന്നു. ആ ഫെയ്ത്ത് ടു റിസീവ് ജീസസ് അഗെയിൻ വാസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ് അവിടെ പറയുന്നത്, ദ ത്രൂ ഫെയ്ത്ത് ആൻഡ് നോട്ട് ഓഫ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സോ വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസവും ദൈവം ദാനമായി തന്നത്. വി ഹാഡ് നത്തിങ് ടു ഡു ഇൻ ഇറ്റ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആർക്കും, അത് തൊട്ട് താഴത്തെ വാക്യം വരെ, ആരും പ്രശംസിക്കാതിരിക്കേണ്ടത്. ഇത്രയും കാര്യം ചെയ്ത എൻ്റെ കർത്താവ് നിങ്ങളെയും എന്നെയും എത്രത്തോളം അധികം സ്നേഹിക്കുന്നു. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും തന്നവൻ അവനോട് കൂടെ സകലതും. ദൈവവചനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വായിന്ന് പുറപ്പെട്ട വാക്കാണ്. ആ വാക്കിന് ഏറ്റവും പ്രസക്തി കൊടുത്തുകൊണ്ട് വ്യക്തിപരമായ യേശുക്രിസ്തു ആയിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധത്തിൽ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പായിട്ട് നടക്കുന്നതിൻ്റെ ഒരു കാര്യം അനാവശ്യമായി കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാതെ ദൈവവചനത്തിൽ എന്താണോ എഴുതിയത് അത് തന്നെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 7-ാമത്തെ വാക്യം, ഡു നോട്ട് ലുക്ക് അറ്റ് തിങ്സ് അക്കോർഡിംഗ് ടു ദെയർ ഔട്ട്വേർഡ് എക്സ്പീരിയൻസ്. പുറമേ ഉള്ളതിനെ
കണ്ട് വിശ്വസിക്കരുത്. ഇഫ് എനിവൺ ഈസ് കൺവിൻസ്ഡ് ഇൻ ഹിംസെൽഫ് ദാറ്റ് ഹീ ഈസ് ക്രൈസ്റ്റ്, ലെറ്റ് ഹിം കൺസിഡർ ദിസ് ഇൻ ഹിംസെൽഫ് ജസ്റ്റ് ആസ് ഹീ ഈസ് ഇൻ ക്രൈസ്റ്റ്. ഒരുവൻ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പുറമേയുള്ള ഔട്ട്വേർഡ് ആയിട്ടുള്ള അപ്പിയറൻസിലല്ല, മറിച്ച് നടക്കുന്ന കാര്യങ്ങളും വെല്ലുവിളികളും അതൊന്നും അല്ല താൻ കൺസിഡർ ചെയ്യേണ്ടത്. മറിച്ച് എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ യേശു ക്രിസ്തുവിൽ ഉള്ളവൻ. അതാ കൺസിഡർ ചെയ്യേണ്ട ഏക കാര്യം. യേശു ക്രിസ്തുവിൽ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തു യേശുവിലായതുകൊണ്ട് അത് എന്നത്രേ. ഇറ്റ് ഈസ് യെസ് ആൻഡ് ആമേൻ. അത് മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. പലപ്പോഴും ഈ വിശ്വാസത്തെ തകിടം മറിക്കാൻ പലവിധമായ ചിന്തകളും പലവിധമായ വിചാരവും. അതെങ്ങനെയാണ് വരുന്നത്? സംസാരം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഭയവും കേൾവിനാൽ തന്നെയാണ്. പക്ഷേ ആ ഭയം കേൾക്കുന്നത് എന്തായിരിക്കും? ഈ ദൈവവചനത്തിന് വിപരീതമായി ഒരിക്കലും നടക്കാൻ പറ്റാത്തതും പിശാചിൻ്റെ ആലോചനയായിരിക്കും വരാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആലോചന, ഞാൻ യേശു ക്രിസ്തുവിലായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തിന്മ വരത്തില്ല. കാര്യം നല്ല ദാനം തരുന്ന എൻ്റെ അപ്പൻ യേശുവിനെ പോലും തരാൻ ഒരുങ്ങിയെങ്കിൽ അവനോട് കൂടെ എനിക്കത് സൗജന്യമായി തരത്തില്ലയോ? ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസത്തെ എടുത്ത് വെളിയിൽ കളയണം. അവിശ്വാസം എങ്ങനെയാണ് കളയേണ്ടത്? ദൈവ വചനത്തിലുള്ള ആശ്രയവും. മറിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്, തിരിഞ്ഞു നോക്കണം. ഇന്ന് വരെ ദൈവം നടത്തിയ അത്ഭുത വഴികൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇതുവരെ ഞാൻ ചുമ്മാ തിരിഞ്ഞു നോക്കും. നിങ്ങൾ യേശുവിനെ അറിയാൻ മേലാത്ത കാലത്തിൽ പോലും അല്ല, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമില്ലെങ്കിലും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ലെറ്റ് മീ ടെൽ യു, ജീസസ് ലവ്സ് യു. യേശുവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് തന്നെ നിങ്ങളെ ഓരോ കാര്യത്തിലും വിടുവിച്ചും സഹായിച്ചും പ്രൊട്ടക്റ്റ് ചെയ്യുമാണ് യേശു നടക്കുന്നത്. സോ യേശു ക്രിസ്തുവിലാണോ ഞാൻ നിൽക്കുന്നത്? ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ ടു യു. എന്നോട് കൂടെ എന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം കർത്താവ് തരത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം എൻ്റെ യേശു എനിക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാ ഔട്ട്വേർഡ്ലി എക്സ്പീരിയൻസസിനെ കൺസിഡർ ചെയ്യാതെ ദൈവവചനം വാക്കിനാൽ കർത്താവ് എന്താണോ പറഞ്ഞത് അതാ നടക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം അതിൻ്റെ 17-ാമത്തെ വാക്യം, 17-ാമത്തെ അധ്യായത്തിലൊരു മനോഹരമായ സംഭവമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. ഇത് ശിഷ്യന്മാരുടെ അടുക്കൽ, നിങ്ങൾ അതിൻ്റെ 13-ാം വാക്യം മുതൽ താഴോട്ടിങ്ങനെ വായിക്കുമ്പോൾ, ഒരപ്പൻ തൻ്റെ മകനെ യേശുവിൻ്റെ അടുക്കലാണ് കൊണ്ടുവന്നത്. എന്നാൽ ശിഷ്യന്മാർ, യേശു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു സൗഖ്യമാക്കാൻ. ആ അപ്പൻ്റെ റിപ്പോർട്ട് ശ്രദ്ധിക്കണം. ലോർഡ് ഹാവ് mercy on my son, for he is an epileptic, falls into the fire and offered into the water. Now, ഈ ഒരു കുഞ്ഞിനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഈ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവിടെ എങ്ങനെയാണ് പറയുന്നത്? ആൻഡ് ദിസ് ഡിസൈപ്പിൾസ് കുഡ് നോട്ട് ക്യൂർ ഹിം. ഈ ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ശിഷ്യന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞാൽ 2-3 അധ്യായം, അതായത് 7 അധ്യായം മുമ്പേ യേശു ക്രിസ്തു ഇതേ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കണം, കുഷ്ഠരോഗിയെ എന്ത് വേണ്ട. ഇറ്റ് വാസ് എ ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഇൻ ഹിസ് നെയിം. അവർ തിരിച്ചു മടങ്ങി വരുമെന്ന് പറയുകയും ചെയ്തു. യേശു അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതം നടന്നിരിക്കുക. എന്നാൽ ഇത്രയും അത്ഭുതവും സൗഖ്യം നടത്തിയവർ ഈ കുഞ്ഞിൻ്റെ വിഷയം വന്നപ്പോൾ നടക്കുന്നില്ല. യേശു അതിന് പറയുന്നത്, ഓ ഫെയ്ത്ത്ലെസ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ, ഹൗ ലോങ് ഷാൽ ഐ ബി വിത്ത് യു? ജീസസ് സെഡ്, യേശു ക്രിസ്തുവിനോട് അവർ ചോദിക്കുന്നു, ഈ കുഞ്ഞിനെ എന്തിനാ
ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റിയത്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ 2 പേരായിട്ട് വിട്ടപ്പം അത്ഭുത സൗഖ്യങ്ങളാണ് നടന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ എന്നാ നടക്കാഞ്ഞത്? യേശു അതിൻ്റെ മറുപടിയാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്. അൺബിലീഫ്, അവിശ്വാസം. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കൺസിഡറിങ് എനിത്തിങ് അപ്പാർട്ട് ഫ്രം വാട്ട് ഗോഡ് ഹാസ് സ്പോക്കൺ. കർത്താവ് ഇവരെ അയച്ചപ്പോൾ എന്നാ പറഞ്ഞത്? പോയി സൗഖ്യമാക്കാൻ. പക്ഷെ അവർ ആ കുഞ്ഞിൻ്റെ ബാഹ്യമായ പുറമെയുള്ള മാനിഫെസ്റ്റൻസിനെ, അല്ലെങ്കിൽ ആ അപ്പൻ പറഞ്ഞു ഞൊര വരുന്നു, തീക്കകത്ത് തള്ളിയിടും, അവന് ഭയങ്കര വിഷയം, അത് മുഴുവൻ കണ്ട് ഇതുവരെ കൊണ്ടുവരുന്ന വിശ്വാസം മാറ്റി അവിശ്വാസം അവരിൽ കയറി. അവിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നുമില്ല. അതവിടെ യേശുവിനോട് അവർ ആൻഡ് ദ ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ് പ്രൈവറ്റായിട്ട് വന്ന്, ആരും ഇല്ലാത്ത വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാ ചെയ്തത്, ഏതാ ഞങ്ങൾക്ക് പരാജയം വന്നേ? യേശു പറയാം, ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്. For assuredly I say to you, if you have faith as a mustard seed, and you say to this mountain, move from here, it will move, and nothing will be impossible for you. Nothing will be impossible for you. ഞാൻ പറയാം, അവിശ്വാസത്തെ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിപരീതമായി ഉയരുന്ന ഏത് വാക്കായിക്കോട്ടെ, അഭിപ്രായമായിക്കോട്ടെ, ചിന്തയായിക്കോട്ടെ, അതിനെ ശാസിച്ചകറ്റണം. ആൻഡ് യുവർ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഷുഡ് ബി സോ മച്ച്. കർത്താവ് പറയാം, ഈ അവിശ്വാസം, അതായത് കാഴ്ചയാൽ അല്ല, ഈ കാഴ്ചയെ കൊണ്ട് കാണുമ്പോൾ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ് അറ്റ് ഓൾ. എന്തിലാണ് വിശ്വസിക്കേണ്ടത്? യേശു എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? അതാണ് ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്. ഐ വോണ്ട് കൺസിഡർ എനിത്തിങ് അറ്റ് ഓൾ എക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഇന്ന് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അതിനെ ശാസിക്കണം. നാം ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിന്, ദാസ്യത്തിൻ്റെ ആത്മാവിന്, ബന്ധനത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് തന്നെ യേശു തൻ്റെ രക്തത്താൽ എന്നെ കഴുകി തൻ്റെ സ്വന്തം കൂട്ടവകാശിയാക്കി തീർത്തെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അത്ഭുതമില്ല. എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവിൻ്റെ ഏറെ അനുഗ്രഹത്താലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വായ്പ വാങ്ങത്തില്ല, രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവനായി തീരും. യേശുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയത്തിൻ്റെ ഉത്സവമാകും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ട്രൂ. മറ്റുള്ളവർ പറഞ്ഞതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപ്തി നോട്ടീസല്ല, കടബാധ്യതയല്ല, ഇതാ സംഭവിക്കാൻ പോകുന്നത്. കടങ്ങളെല്ലാം മാറി അനേക രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുവാൻ തക്കോണം സാമ്പത്തികമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. കാരണം ആ വാക്ക് മാറാൻ. സോ നോക്ക്, ശിഷ്യന്മാരും എന്താ ചെയ്ത്? ആ ശിഷ്യന്മാർ അവരുടെ മുമ്പിൽ കണ്ട കാഴ്ചകൾ വിച്ച് വാസ് നെഗറ്റീവ്, അതിനെ കൺസിഡർ ചെയ്തു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഡു യു ലുക്ക് അറ്റ് തിങ്സ് അക്കോർഡിംഗ് ടു ദെയർ ഔട്ട്വേർഡ് എക്സ്പീരിയൻസ്. പുറമേ ഉള്ള കണ്ടാണോ നിങ്ങൾ ഇളകുന്നത്? നോ, കൺസിഡർ ദിസ് ദാറ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ്. കൺസിഡർ എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക. ഒറ്റ പരിഗണന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാവുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും എൻ്റെ യേശു ക്രിസ്തുവിൽ എനിക്കൊരു തീരുമാനമുണ്ട്. നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. അതാ ശിഷ്യന്മാരോട് യേശു പറയുന്നത്, ഓൾ തിങ്സ് ആർ പോസിബിൾ. അസാധ്യം എന്ന് പറഞ്ഞ കാര്യം യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഡിക്ഷണറിയിലില്ല. അതിൻ്റെ കാരണം ഈ അടിസ്ഥാനം സൈക്കോളജി അല്ല, ഈ അടിസ്ഥാനം കർത്താവിൻ്റെ വായിന്ന് പുറപ്പെട്ട വാക്കിനല്ല. മറ്റൊരു ഉദാഹരണം നിങ്ങൾ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കപ്പെടും. ആൻഡ് നോട്ട് ബി വീക്ക് ഇൻ ഫെയ്ത്ത്, ഹീ ഡിഡ് നോട്ട് കൺസിഡർ ഹിസ് ഓൺ ബോഡി. അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ഡിഡ് നോട്ട് കൺസിഡർ. നൗ 2 കൊരിന്ത്യർ 10 പറഞ്ഞിരിക്കുക, കൺസിഡർ ദാറ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ്. അത് മാത്രമേ പരിഗണിക്കാവുള്ളൂ, വേറെ ഒന്നും പരിഗണിക്കരുത്. കൺസിഡർ ദാറ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്?
Now, he did not consider his own body already dead since he was around 100 years old, and the deadness of Sarah's womb. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുക കുഞ്ഞുങ്ങളെക്കുറിച്ച്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് എപ്പോഴും നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ പറയും. വിശ്വാസം ഫെയ്ത്ത്, ഫാദർ ഓഫ് ഫെയ്ത്ത്. ഗോ ബാക്ക് ടു ദ ബുക്ക് ഓഫ് ജെനസിസ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ ചുമ്മാ പോയി ഇരുന്ന് സമയം കിട്ടുമ്പം ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിനെ കുറിച്ച് വായിക്കണം. ഒരു വിശ്വാസമില്ലാത്തയാളാണ്, പുറമേ ഉള്ള കാഴ്ചയാൽ നടന്നയാളാണ്. ദൈവം വാഗ്ദത്ത സന്തതി പറഞ്ഞപ്പോൾ ജഡത്തിൽ തൻ്റെ ഭാര്യ അല്ലായിരിക്കും, എങ്ങനെയൊരു സന്തതി മാത്രം വേണമെന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞാൽ ഹി വാസ് നോട്ട് എ മാൻ ഓഫ് ഫെയ്ത്ത്. എന്നാൽ തൻ്റെ എക്സ്പീരിയൻസിലൂടെ തനിക്ക് ഒരു കാര്യം ബോധ്യമായി, വാക്ക് പറഞ്ഞവൻ നിവർത്തിക്കും. അബ്രഹാമിനോട് ദൈവം സന്തതിയെക്കുറിച്ച് പറയുമ്പം അബ്രഹാം ചിരിക്കുന്നത് കാണാം. വീണ്ടും സന്തതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പരാതിയായിട്ട്, എനിക്ക് ഇതുവരെ സന്തതിയില്ല, ഈ സമ്പത്തൊക്കെ തന്നിട്ട് എന്നാ കാരണം, പരാതി, പെറുപെറുപ്പ്, വിശ്വാസമല്ല അവിടെ ഒരു വാക്കുപോലും. ബട്ട് ഇൻ ഡ്യൂ കോഴ്സ്, അതാണ് ഞാൻ ഇന്ന് പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന തിരിഞ്ഞൊന്ന് നോക്ക്, ദൈവം എങ്ങനെയാണ് നടത്തിയത് ഇവിടെ വരെ. പിന്നിലുള്ളത് നോക്കുമ്പോൾ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ മുമ്പിലത്തെ ഒരു വിഷയം പോലും വിഷയമല്ല. അബ്രഹാമിനെ ദൈവത്തോട് കൂടെ നടന്ന ഒരു കാര്യം പിടികിട്ടി, വാഗ്ദത്തം പറഞ്ഞവൻ അല്ലെങ്കിൽ വാക്ക് പറയുന്നയാൾ ചെയ്യാനും ശക്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി ഡിഡ് നോട്ട് കൺസിഡർ ഹിസ് ബോഡി. തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മലയാള ട്രാൻസ്ലേഷൻ ഗ്രഹിച്ചില്ല എന്നാണ്. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ചെന്നു. കൺസിഡർ എന്ന് പറഞ്ഞാൽ ഇത് പരിഗണിക്കത്ത് പോലുമില്ല, ഇതിനെ പരിഗണിക്കുന്ന ഇടപാടില്ല, അല്ലേ? നമ്മൾ ആരോടെങ്കിലും പറയുമ്പം ഞാൻ നോക്കട്ടെ, ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാ സാധ്യത ഉണ്ടെന്ന്. പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാര്യം പരിഗണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്നാ ഇങ്ങോട്ട് വരുവ പോലും വേണ്ട. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന് വിപരീതമായുള്ള അഭിപ്രായം ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവരോട് പറയണം, ഈ ഫയൽ ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല, പരിഗണിക്കത്ത് പോലുമില്ല. കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിപരമായ കാര്യം നടക്കണം, അവരോട് പറയണം, ഈ ഫയൽ ഇവിടെ പരിഗണിക്കത്തില്ല, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. വിശ്വാസം ദൈവപുത്രനിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഹു ലവ്ഡ് മീ ആൻഡ് ഡൈഡ് ഫോർ മീ. അബ്രഹാമിൻ്റെ ശരീരവും സാറയുടെ ഗർഭപാത്രവും ഇത് രണ്ടും കണ്ടാൽ പോസിബിലിറ്റി ഇല്ല. സോ അവരെന്ത് ചെയ്തു? ദേ ഡിഡ് നോട്ട് കൺസിഡർ. അവർ കൺസിഡർ ചെയ്തില്ല, ക്രിസ്തുയേശുവിൽ മാത്രം വിശ്വസിച്ചു. അതാണ് 2 കൊരിന്ത്യർ 10 ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ 6-ാമത്തെ വാക്യം, ആൻഡ് ബീങ് റെഡി ടു പണിഷ് ഓൾ ഡിസൊബീഡിയൻസ് വിത്ത് യുവർ ഒബീഡിയൻസ്. എന്തിനോടുള്ള ഒബീഡിയൻസാണ്? യേശു പറഞ്ഞ വാക്ക്. അതെവിടെ കാണാം? ഇത് തുറന്ന് വായിച്ചാൽ മതി. തിരുവെഴുത്തിനകത്ത് മുഴുവൻ അത്ഭുതങ്ങൾ നിങ്ങൾ നോക്കിയാൽ, ആ അത്ഭുതങ്ങൾ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദർ വാസ് നോ കൺസിഡറേഷൻ ഫോർ എനി അതർ തിങ് ബട്ട് ഗോഡ്. അത് എങ്ങനെയാണ് ഉത്ഭവിച്ചതും? നിസ്സഹായതയിലായിരുന്നപ്പോൾ. രക്തസ്രവക്കാരി സ്ത്രീ തൻ്റെ സാമ്പത്തികം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു, ഒരു ഗുണവും കിട്ടിയില്ല. തൻ്റെ രോഗം എന്താണെന്ന് അവർക്ക് പിടികിട്ടിയില്ല. തൻ്റെ ശരീരം തളർന്നു, കട്ടിലയിൽ കിടക്കുക. ഇത് തൻ്റെ അവസ്ഥകൾ കൺസിഡർ ചെയ്യുമായിരുന്നെങ്കിൽ താൻ അവിടെ ജീവിതം ഒടുങ്ങിയായിരുന്നേ. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, when she heard about Jesus, she said, I am not going to consider my body. അല്ലെങ്കിൽ തീരുമാനിച്ചത്, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെ ഞാൻ പരിഗണിക്കത്തില്ല. പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും, ഞാൻ അവിടെ ചെല്ലും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. She did not consider her body's weakness, but she arose. ഇന്ന് ഞാൻ പറയട്ടെ, എല്ലാം അവിശ്വാസത്തെ കുടഞ്ഞു കളയണം. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു നാളും കൈവിടത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോൾ ആ സങ്കല്പത്തെ, ആ വിചാരത്തെ ഇടിച്ച് കളയണം. കോട്ടെ, ടെൽ ദറ്റ് ഇമാജിനേഷൻ നോ, റെബ്യൂക്ക് ഇറ്റ് ഇൻ ജീസസ് നെയിം. അതാ വചനത്തിൽ പറയുന്നത്, റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിൻ്റെ തോന്നലുകളായത്
ആരെങ്കിലും നിങ്ങളോട് പ്രവചിച്ച് പറയുക നീ നശിക്കാൻ പോവാന്ന്, അവരോട് പറയണം ഇത് പിശാചിൻ്റെ ആലോചനയാണ്. എന്നെ നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. കാര്യം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? No one can be against me. And nothing is impossible with me who has believed in Jesus Christ. ആ അത്ഭുതം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രക്തസ്രവക്കാരി സ്ത്രീ തൊട്ടു, സൗഖ്യമായി. യേശു തിരിഞ്ഞ് നിൻ്റെ വിശ്വാസം വലുതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇറ്റ് ഈസ് ഓൺ ദ വേ ടു ദ ഹോം ഓഫ് ജൈറസ്. ഐരോസിൻ്റെ ഭവനത്തിൽ പോവുക, കുഞ്ഞ് മേലാതെ കിടക്കുന്നു, മരിക്കാൻ പോവുക. ആ പോകുന്ന വഴിയിലാണ് ഈ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ അത്ഭുതം നടക്കുന്നത്. ആ അത്ഭുതം ഷുഡ് ഇൻക്രീസ് ദ ഫെയ്ത്ത് ഓഫ് ജൈറസ്. എന്നാൽ അവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു 2 ചോട് മുമ്പോട്ട് വെച്ചില്ല. ആൾക്കാർ വീട്ടിൽ നിന്ന് സ്വന്തക്കാർ വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, മകൾ മരിച്ചു. Now, this is where unbelief can creep in. അത്ഭുതം കണ്ടു വന്നയാളാണ്. താൻ കണ്ണടച്ചാൽ മതി. നോ എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരിക്കുക, എൻ്റെ മകൾ സൗഖ്യമാകും. പെട്ടെന്ന് തൻ്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന പോലെ സ്വന്തക്കാർ, ഞാൻ പറയും ഈ അവിശ്വാസം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാം. നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ വായിൽ നിന്ന് ആ വാക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ള വിശ്വാസം കളയും. അവർ പറഞ്ഞു ഗുരുവിനെ നിനക്കെന്നാ യേശുവല്ലേ പറഞ്ഞ വീട്ടിൽ വരാമെന്ന്, നീ അസഹ്യപ്പെടുത്തേണ്ടതെന്ന്. കാര്യം എന്നാ, മകൾ മരിച്ചു. എന്നാൽ അവിടെ ഉണ്ടായ ഒരു വലിയൊരു അനുഭവം, ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ടുഡേ. അവിടെ ഉണ്ടായ ഒരു അനുഭവം, യേശു തിരിഞ്ഞ് ഐറിയോസിൻ്റെ മുഖാമുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു, അവരുടെ വാക്ക് കൂട്ടാക്കാതെ he looked at Jairus and said, only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. I am coming to your house. ഞാൻ കൂടെ വരുന്നു. And he did not consider anyone's word. ഇന്ന് ഞാൻ വളരെ ഉറപ്പിച്ച് ഞാനൊരു കാര്യം പറയാം. യേശുവാ പറഞ്ഞത്, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എൻ്റെ യേശുവാ ഞാൻ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം. അങ്ങനെ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തി കൊടുപ്പാനുള്ളതും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ അവിശ്വാസത്തെ നമുക്ക് കുടഞ്ഞു കളയാം. ലെറ്റ് us depend on this word and word alone. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ അങ്ങ് നടത്തിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഇന്ന് കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഏത് സങ്കീർണമായ വിഷയമായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന വഴികൾക്കായി സ്തോത്രം. കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ മധ്യത്തിലൂടെയും ഞാൻ വഴിയൊരുക്കുമെന്ന് അങ്ങയുടെ വചനമാണ്. അത്രയും ഡെഡ്ലിയസ്റ്റ് ഏരിയയിൽ പോലും അങ്ങേക്ക് തന്നിൽ ആശ്രയിക്കുന്നവന് ഒരു വഴിയുണ്ട്. ഇന്ന് ആ അവിശ്വാസം കാരണം വാഗ്ദത്തം കാണാതെ ആ കോട്ടയ്ക്കകത്തിരിക്കുന്ന എല്ലാം അവിശ്വാസം എന്ന കോട്ടയെ ഇടിച്ചു കളഞ്ഞ് അങ്ങ് ദാനമായി തന്നിരിക്കുന്ന വാഗ്ദത്തമാകുന്ന സൗഖ്യവും സാമ്പത്തിക ഉയർച്ചയും കുടുംബജീവിതത്തിലെ നന്മയും ആരോഗ്യവും അത് മുഴുവൻ കാണുന്നവർ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ശാരീരികമായ വ്യാധിയുള്ളവർ ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കരം നീട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കണ്ണിനകത്ത് പ്രയാസമുള്ളവർ പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തികമായ ഉയർച്ച യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങനെ തന്നെ ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. क्रूस से देखो आते हैं बहते हुए खून की धार, क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का
सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।